രണ്ട് മദ്യമുതലാളിമാരെ മലയാള സിനിമ വളരെ ഭംഗിയായിട്ട് ക്യാരക്ടറൈസ് ചെയ്ത് കൊണ്ടുവന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മദ്യമുതലാളി എന്ന് പറയുന്നത് ഈ കൊച്ചുവാവ് എന്ന് പറയുന്ന തിലകൻ അവതരിപ്പിച്ച ക്യാരക്ടറാണ്. അദ്ദേഹം ആ സമയത്തെ ഒരു സംരംഭകൻ എന്നുള്ളതിനുള്ള അനിശ്ചിതവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാർക്കശ്യവും ഒപ്പം തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻസും ഒപ്പം തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യവും എല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കഥാപാത്രമാണ് ലേലം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീ എം ജി സോമൻ അവതരിപ്പിച്ച ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം. അതിലൊരു വലിയ തത്വം അടങ്ങിയിരിക്കുന്നത് രണ്ടുപേരും ചെയ്യുന്ന പ്രോജക്റ്റുകളും രണ്ടുപേരും ചെയ്യുന്ന ജോലികളും എല്ലാം ഒന്നാണ്, രണ്ടുപേരും പ്രദർശിപ്പിക്കുന്ന സ്വഭാവ രീതികളും എല്ലാം ഒന്നാണ്. എന്നിരുന്നാൽ പോലും ആ കാലഘട്ടത്തിനനുസരിച്ച് അതായത് 10-15 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കാലഘട്ടത്തിലെ മാറ്റം എന്ന് പറയുന്നത് ശ്രീ സോമൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം CSR ആക്ടിവിറ്റി തുടങ്ങുന്നതാണ്. വളരെ കൃത്യമായിട്ട് CSR ആക്ടിവിറ്റി ചെയ്യുന്ന രംഗങ്ങൾ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു CSR എല്ലാം ഒരു കമ്പനി ലോ ആയിട്ടൊക്കെ വരുന്നതിനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ മലയാളത്തിലുണ്ടായിരുന്ന ചില സംരംഭകർ ഇത്തരം സ്വഭാവ വൈശിഷ്ടങ്ങൾ കാണിച്ചിരുന്നു എന്ന് പ്രതിപാദിക്കുന്നുണ്ട് ആ സിനിമയിൽ. അപ്പൊ അതിന്റെ അർത്ഥം ഒരു സംരംഭകത്വം എന്ന് പറയുന്നത് ഇതിനെല്ലാം ഒരു കൂടിച്ചേരലാണ്. അതിനകത്ത് കർക്കശം ഉണ്ടാവാം, അതിനകത്ത് ഹാർഡ് വർക്കിംഗ് ഉണ്ടാവാം, അതിനകത്ത് സിൻസിയർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് അപ്രോച്ച് ഉണ്ടാവാം, സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ഉണ്ടാവാം. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു സംരംഭകൻ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്.